നമ്മുടെ വീട്ടിൽ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ ഷോപ്പിന്റെയോ അല്ലെങ്കിൽ ഓഫീസിന്റെയോ ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ ഇതിന് പറയുന്നത് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്നാണ്. എന്താണ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ്? നമ്മുടെ ഒരു സോളാർ പ്ലാന്റിൽ നിന്ന് നമ്മുടെ തന്നെ മൾട്ടിപ്പിൾ സർവീസ് കണക്ഷനിലേക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്ട്രാ പവർ നമ്മുടെ ഷോപ്പിലെയോ അല്ലെങ്കിൽ ഓഫീസിലെയോ ബില്ലിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. നിലവിലും ഇതുപോലെ സെയിം നെയിമിലുള്ള മൾട്ടിപ്പിൾ സർവീസ് കണക്ഷൻസ് ലിങ്കിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷനിലൂടെ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്നുള്ള ടേമിൽ ക്ലിയർ ആയിട്ട് കൂടുതൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സർവീസ് കണക്ഷൻസ് എല്ലാം സെയിം കൺസ്യൂമറിന്റെ പേരിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഏരിയയിൽ തന്നെ ആയിരിക്കണം എല്ലാ കണക്ഷൻസും. കപ്പാസിറ്റി ലിമിറ്റ് ടോട്ടൽ കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡിന് ഈക്വൽ ആയിരിക്കണം. ട്രാൻസ്ഫോമറിന്റെ 90% ആണ് ഹോസ്റ്റിംഗ് കപ്പാസിറ്റിയായി പറയുന്നത്. ഇതുകൂടാതെ ഹൈബ്രിഡ് ഇൻവെർട്ടറോ അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റിയോ ഉണ്ടെങ്കിൽ കൂടുതൽ കപ്പാസിറ്റിക്ക് അപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് നിങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി ഓർഡർ ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം വീട്, പിന്നെ ഷോപ്പ്, പിന്നെ ഓഫീസ് എന്നിങ്ങനെ സീക്വൻസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ സെറ്റിൽമെന്റ് വരുന്നത് മന്ത്ലി ബേസിസ് ആണ്. പിന്നെ എക്സ്പോർട്ട് നോർമലൈസ് ചെയ്യുന്നത് സോൺ വൈസ് ആണ്. സോളർ അവേഴ്സ്, പീക്ക്, ഓഫ് പീക്ക് എന്നിങ്ങനെ ആയിരിക്കും അതിന്റെ നോർമലൈസേഷൻ വരുന്നത്. മൾട്ടിപ്പിൾ സർവീസ് കണക്ഷൻസ് ഉള്ളവർക്ക് ഈ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന ഒരു റിലീഫ് തന്നെയാണ്. എസ്പെഷ്യലി സ്കൂൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്. ക്യാമ്പസിൽ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൾട്ടിപ്പിൾ ബിൽഡിംഗ്സിന്റെ ബില്ലിലേക്ക് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഷെയർ ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും ഹോസ്റ്റിംഗ് കപ്പാസിറ്റിയുടെ ലിമിറ്റും കൺസ്യൂമേഴ്സിന്റെ സെറ്റിൽമെന്റ് റൂൾസും ഇതിനെ കോംപ്ലക്സ് ആക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.